നാടിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ മതമില്ല, നിങ്ങൾ ഒരുപാട് സന്തോഷം കേട്ടോ. യുവാക്കൾ ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുന്നത്, ഈ മൂന്നിടിക്കൽ യുവജനങ്ങൾ എല്ലാം ഒന്നിച്ച് നിന്നിട്ട് ഈ നാടിന്റെ നന്മയ്ക്കായിട്ട് നിൽക്കുന്നവരാണ് കേട്ടോ. ലഹരിയിൽ നിന്ന് നമ്മൾ യുവാക്കള് കരകയറുക, അതിൽ നമ്മളെ ഈ കൂട്ടത്തിലുള്ള ഒരാളും ഒരു ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ടുള്ള ആളുകളല്ല. ശരി, അതെ അതെ, അടിപൊളി. വിൽപ്പനയോ അല്ലെങ്കിൽ ഇത് ഉപയോഗമോ കണ്ടു കഴിഞ്ഞാൽ ഇവരെ പിടിച്ച് ഇടി കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഇടിക്കും, പിടിച്ച് പോലീസിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതേപോലെ എല്ലാ നാട്ടിലെ ആൾക്കാരും ലഹരിക്കെതിരെ പോരാടണം. എന്നാലേ നമ്മുടെ നാട് ലഹരി മുക്തമാക്കാൻ പറ്റുള്ളൂ. നാളെ നമ്മളെ മക്കൾ ഇത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകരുതലെടുക്കണം. ഇതേപോലെ എല്ലാവരും പോരാടി കഴിഞ്ഞാൽ നമുക്ക് ലഹരിയിൽ നിന്ന് നമ്മളുടെ നാട് വിമുക്താക്കാൻ കഴിയും. ബ്രേക്കിന്റെ അടിയുണ്ട്, എടുത്തോക്കെ അവന്റെ കയ്യിലുണ്ട്. പേപ്പറല്ല, മേലെ നോക്കാം, മേലെ കണ്ണാണില്ലേ നല്ല കൊടുത്ത കാരണം എടുത്തു കൊടുക്ക്. കൊച്ചിയിൽ ലഹരിക്കടിമയായ 12 വയസ്സുകാരൻ 10 വയസ്സുകാരിയെ സഹോദരിക്ക് MDMA എന്ന മാരക ലഹരി നൽകി എന്ന വാർത്തയാണ് വരുന്നത്. വീട്ടുകാർ ഉറങ്ങിക്കഴിയുമ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടി വീട്ടിൽ നിന്നും ലഹരി ഉപയോഗത്തിനായി പുറത്തുപോയിക്കൊണ്ടിരുന്നത്. ലഹരി ഉപയോഗത്തിനായി വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തുവെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. വിവരം ചോദ്യം ചെയ്തതിന് കുട്ടി വീട്ടുകാരെ കയറി ആക്രമിച്ചു. നമ്മുടെ നാട്ടിൽ ചെറിയ കുട്ടികൾ ഈ MDMA പോലുള്ള മാരകമായ വിപത്തിൻ്റെ മുന്നിൽ തലയിടിച്ച് മുഖമിടിച്ച് വീഴുന്നതിന് ഏറ്റവും അപകടകരമായ ചിലരൊക്കെ ലഹരിക്കെതിരെ പോരാടുന്നവരെ കളിയാക്കി വിടുക, ഊക്കി വിടുക, അതൊക്കെയാണ് ചിലവരുടെ പരിപാടി. ആരെങ്കിലും ലഹരിക്കെതിരെ എന്തെങ്കിലും പ്രതിരോധിക്കാന്നുണ്ടെങ്കിൽ അവരെ കളിയാക്കുക, അവരെ ഇല്ലാതാക്കുക, തളർത്തി കളയുക, തെറി വിളിച്ചു കാണ്ടും, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചില ആൾക്കാരുടെ പരിപാടി. ലഹരിക്കെതിരെ പോരാടിയാൽ ഞാൻ ലഹരിക്കെതിരെ എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് എനിക്ക് പല രീതിയിലുള്ള ഭീഷണികളും 3-4 പേജുകളിൽ എനിക്കെതിരെയുള്ള ട്രോളും ആ കമന്റ് ബോക്സിൽ നല്ല തെറിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ തെറി വിളിക്കുന്നവന്മാർ ഇതൊക്കെ ചെയ്യുന്നവന്മാർ എങ്ങനെയുള്ളവന്മാരാന്നുള്ളത്.